കണ്ടല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റായിരുന്ന ഗോപാലകൃഷ്ണ കാർണവരുടെ മൂന്നാം ചരമവാർഷിക ദിനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റായിരുന്ന ഗോപാലകൃഷ്ണ കാർണവരുടെ മൂന്നാം ചരമവാർഷിക ദിനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് വിജയൻ ആശാരിമുറിയിൽ അധ്യക്ഷത വഹിച്ച യോഗം കേരള ലോട്ടറി ആൻഡ് ഏജന്റ് സെല്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ എം ഗോപാലകൃഷ്ണ കാർണവരുടെ മൂന്നാമത് ചരമദിനം ആചരിക്കുമ്പോൾ എന്നെ ഇതിൻ്റെ ഒരു ഉദ്ഘാടകനായി നിങ്ങൾ കണ്ടെത്താനെടുത്തിയ തീരുമാനം അത് എൻ്റെ വലിപ്പം കൊണ്ടല്ല, മറിച്ച് ബഹുമാന്യനായ ശ്രീ എം ഗോപാലകൃഷ്ണക്കാരനവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടർന്ന പാലിച്ചിരുന്ന നന്മയുടെ ഭാഗമായി ഉണ്ടായ കേരളത്തിലെ അവശത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രൂപം കൊണ്ട് കായം കൊടുത്തു തന്നെ ഉണ്ടായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി രൂപം കൊടുത്ത കേരളത്തിൻ്റെ ലോട്ടറി എന്ന് പറയുന്ന സംവിധാനക്രമത്തെ, ആ സംവിധാനക്രമത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർത്ത കയ്യൊപ്പിന് അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ശ്രീ ഗോപാലകൃഷ്ണക്കാരുടെ നന്മയുടെ ഫലമായിട്ടാണ് ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന എന്നെ ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് വിളിക്കാൻ നിങ്ങളെയൊക്കെ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രിയങ്കരനായ ശ്രീ എം ഗോപാലകൃഷ്ണക്കാരുടെ ആ നല്ല മനസ്സ് ഒരുപക്ഷെ മണ്ഡലം പ്രസിഡന്റിൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ മനസ്സിലേക്ക് എൻ്റെ സംഘടനയുടെ പ്രസിഡന്റിനെ നിങ്ങൾ വിളിച്ച് എൻ്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസമാണ് എന്നെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. ഈ മണ്ഡലത്തിലെ മണ്ഡലം പ്രസിഡന്റിൻ്റെയും മുഴുവൻ നേതാക്കന്മാരുടെയും മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മളെല്ലാം ജനിച്ചു വീണാൽ തീർച്ചയായും നമ്മൾ മരണത്തിലേക്ക് കടന്നു പോകും. മരണം ഒരു അനിവാര്യമായ ഒന്നാണ്. ഈ ലോകത്തിലെ ഒരു കുറഞ്ഞ കാലഘട്ടത്തെ ജീവിതം, അത് നമ്മൾ എവിടെ നിന്ന് അയക്കപ്പെട്ടുവോ ആ അയക്കപ്പെട്ട സ്ഥലത്തേക്ക് തിരിച്ചെത്താനുള്ള DCC സെക്രട്ടറി എൻ രാജഗോപാൽ, DCC അംഗം ബിജു ഈരിക്കൽ, ഡോക്ടർ രാജേന്ദ്രൻ, എം കബീർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി, എസ് അനിലാൽ, ഷൈജു ബഷീർ, സുജിത്ത് സുകുമാരൻ, സുനിൽ കൊപ്പാറേത്ത്, ബി ചന്ദ്രസേനൻ, രാജകുമാരി, വാമദേവനാചാരി, KP രാജേന്ദ്രൻ, MK സുധാകരൻ, വിജയൻ മരക്കാലേത്ത്, സുരേഷ് ബാബു, സിദ്ധാർത്ഥൻ, അജിമോൻ കണ്ടല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം ഒരു 10 വയസ്സ് മുതൽ, ഞാൻ 5ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കാലം മുതൽ, അദ്ദേഹം അവിടുത്തെ അധ്യാപകനും ഞാൻ വിദ്യാർത്ഥിയുമായിരിക്കുന്ന കാലം മുതൽ കാർണൂർ സാറിനെ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ എളിയ കാലം ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. കാർണൂർ സാറ് NRPM സ്കൂളിലെ അധ്യാപകനായി, നല്ലൊരു അധ്യാപകനായി പ്രവർത്തിക്കുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്കല്ല അദ്ദേഹം പോയത്, മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന കുടുംബത്തിലേക്കാണ് അദ്ദേഹം കടന്നു വന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, കാർണൂർ സാറിൻ്റെ അധ്യാപന ജീവിതത്തിന് ശേഷമുള്ള കാലഘട്ടം പൂർണ്ണമായും നമ്മുടെ പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. വിവിധ രീതിയിലുള്ള, അതായത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മുതൽ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റായിട്ട് ദീർഘകാലം കണ്ടല്ലൂർ മണ്ഡലം ഒന്നായി നിന്ന സമയത്ത് ഈ കണ്ടല്ലൂർ മണ്ഡലത്തെ അദ്ദേഹം ഏകോപിപ്പിച്ച് കൊണ്ടുപോവുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞകാല ജീവിതം അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സരളമായിരുന്ന കാര്യമല്ല. CPM-ഉമായിട്ട് ഇവിടെ ശീതസമരം നിരന്തരം നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കാർണൂർ സാറ് നമ്മളെയൊക്കെ പാർട്ടിയെയും വളർത്താൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത്. തികഞ്ഞ ഗാന്ധിയനായിരുന്നു എന്ന് വേണം പറയാൻ. ഒരിക്കൽ പോലും കാർണൂർ സാറിൽ നിന്ന് ഒരാൾക്കും ഒരു തിക്ത അനുഭവം ഉണ്ടായിട്ട് എൻ്റെ അറിവിലില്ല. അദ്ദേഹം ആരോടും ശോഭിക്കുകയോ അദ്ദേഹം ആരെയും കാലുവാരി രാഷ്ട്രീയപരമായിട്ട് അവരെ കാലുവാരി താഴെ അടിക്കുന്ന രീതിയിലോ ഒന്നും പ്രവർത്തിക്കാത്ത പച്ചയായ ശുദ്ധനായ ഒരു ഗാന്ധിയനായിരുന്നു നമ്മുടെ കാർണൂർ സാറ്. CD നെറ്റ് ന്യൂസ്, കായംകുളം.